ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് വീണ്ടും ഒരു മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അത്യാവശ്യം നല്ലവണ്ണം സൈസുള്ള മീനാണ് ഇന്ന് കിട്ടിയത്. നമുക്ക് ഇതുവരെ കിട്ടിയത് ഏറ്റവും സൈസുള്ള മീനാണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു റെഡ് കളർ മീനുടെ പറയുന്നത് സുൽത്താൻ എന്നാണ് കേട്ടോ. സുൽത്താൻ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള മീനുകൾ ഷേരി, ഏരി, അതേപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് 2 വറ്റ കിട്ടി. അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ്. വറ്റ അങ്ങനെ അടിക്കാറില്ല, എന്നാലും കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എനിക്കല്ല, പക്ഷേ നമ്മുടെ ഫ്രണ്ടിനാണ്. ഞങ്ങളൊരു 3-4-5-6 പേര് കുത്തിയിരുന്ന് പിടിച്ച മീനാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫിഷിങ് നമ്മുടെ സെയിം സ്പോട്ട് ആ ഒരു ജട്ടിയിൽ തന്നെ നമ്മൾ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രൈക്കായിരുന്നു. ലാസ്റ്റ് നല്ല സ്ട്രൈക്ക് ഇട്ടു. ആദ്യം ഭയങ്കര മോശമായിരുന്നെങ്കിലും ലാസ്റ്റ് സ്ട്രൈക്ക് ഇട്ട് നമ്മുടെ ഫ്രണ്ട് വന്നു. അവൻ എന്നെപ്പോലെ നല്ല ക്രേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം ഇരിക്കാൻ പറ്റി. ടൈം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇരുട്ടായപ്പോൾ തന്നെ ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മൾ ഒരുപാട് ദൂരെ എറിഞ്ഞിട്ട് സ്റ്റിക്കിൽ അടിക്കുന്നൊരു സെറ്റപ്പ് അല്ല, നല്ല അടുത്ത് നമ്മളിരിക്കുന്ന സ്പോട്ടിൽ തന്നെ കിട്ടിയ മീനാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം സൈറ്റിലുള്ള പൂച്ചയാണ്. നമ്മൾ ആ പൂച്ച അത്യാവശ്യം മീൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന എൻ്റെ കൈയുടെ സൈസുള്ള മീനാണ് കേട്ടോ. നല്ല ഹെവി സ്ട്രൈക്കായിരുന്നു. കുറേ കഷ്ടപ്പെടുത്തി, എന്നാലും കിട്ടി. ചെറുതാണല്ലോ. ഹെവി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹമൂറിനെ പോലെയോ ഷേരിയെ പോലെ ഹെവി ആണെന്നല്ല പറയുന്നത്. സാമാന്യം ഉള്ളത് വെച്ചിട്ട് സ്ട്രൈക്കായിരുന്നു, നല്ല സ്ട്രൈക്കായിരുന്നു. രണ്ടാമത് കിട്ടിയ ഒരു വറ്റയാണ് കേട്ടോ. ഇതൊക്കെ സൈസുള്ളത് കിട്ടുവാണെങ്കിൽ എന്ത് സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ മീനെ എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം പുച്ഛമായിരുന്നെങ്കിലും പിന്നെ എല്ലാവർക്കും നമ്മൾ എന്നാൽ പിന്നെ കൊള്ളാം, അത്യാവശ്യം നമുക്ക് വ്യൂസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും സപ്പോർട്ടീവായിട്ട് കൂടെ പോകുന്നുണ്ട് കേട്ടോ. എത്ര ദിവസമാണെന്നറിയില്ല, എന്നാലും അറിയാം നമ്മുടെ പുതിയൊരു ജോലിയും കാര്യങ്ങളും തിരക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഹോബി ആയിട്ടുള്ള ഈ ഫിഷിങ് ചെയ്യുന്നതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നറിയാമല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണും കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന പല ആൾക്കാരും ഫുള്ളായിട്ട് കാണാറില്ല എന്നറിയുന്നു. അതേപോലെ ലൈക്കും ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ. 1, 2, 3, 4 അങ്ങനെ 10, 15, 20 മീൻ കിട്ടി കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഫ്രണ്ടുമായിട്ട് അങ്ങ് ഷെയർ ചെയ്തു. നമുക്ക് വേണം, നമ്മുടെ സല്ലാജ ഫുള്ളാണ്. അപ്പം വേണ്ട ഫിഷ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഷെയർ ചെയ്തു കേട്ടോ. എന്തു പറയാൻ, ഭയങ്കര ഹാപ്പിയാണ്. വലുത് മുതൽ ചെറുത് വരെ നമ്മൾ പിന്നെ തീരെ പൊടി കിട്ടി. നമ്മളതിനെ റിലീസ് ചെയ്തിട്ട് നമ്മൾ വേണ്ട എന്ന് ഓർത്തിട്ട് പിന്നെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് അവിടെ നിന്നുകൊണ്ട് അങ്ങ് വീഡിയോ എഡിറ്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ ഇൻട്രസ്റ്റ് വീഡിയോ എഡിറ്റിങ് ഇപ്പോൾ അത്യാവശ്യം ക്രേസ് ആയിട്ടുണ്ട്. ഇനിയും കാണിക്കാൻ വന്ന വീഡിയോ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റത്തില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. നമ്മുടെ ഒരു മീനിൻ്റെ വായിൽ ഹുക്ക് ഉടക്കി. അപ്പോൾ ഞാൻ ആ ഒരു ഹുക്ക് എടുക്കുന്ന ദൃശ്യം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മളൊരു ഹുക്ക് പോലും മിസ്സാക്കാറില്ല. പിന്നെ അത്രയ്ക്കും ഒരുപാട് അങ്ങ് അകത്താണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഹുക്ക് റൂമിൽ പോയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ പുറത്തെടുക്കും. പിന്നെ ഇവിടെ പിള്ളേരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അവർ പാസിട്ട് കളിക്കുവാണ്. എൻ്റെ കാലിന് വയ്യ, എന്നാലും ഫുട്ബോൾ കളിക്കാത്തൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാല് വയ്യെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നും നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഗൈസ്, ഫിഷിംഗ് ഇപ്പോൾ ഒരു ദിനചര്യ പോലെ ആയിട്ടുണ്ട്.